അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാഫത്തക്കൻ. സുന്നി ആശയമുള്ള ഒരുപാട് മനുഷ്യർ അവർ പുലർത്തി പോന്നിരുന്ന അക്കീദ ഈ കറാമത്തുകളും മഹാന്മാരും എന്ന വിഷയത്തിൽ മഹാന്മാർക്ക് കറാമത്തുണ്ടാകും. ഔലിയ പദവിയിലെത്തിയവർക്ക് ഷെയ്ഖ് മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെയും എരിഫ ഷെയ്ഖിന്റെയും ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ കറാമത്തുകൾ നമ്മൾ നിരന്തരം കേട്ടിട്ടുണ്ട്. അതിലപ്പുറം ഒരുപാട് കേരളത്തിലെ മഹത്തുക്കളായവരുടെയും കറാമത്തുകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവസാനമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയായിട്ടുള്ള CM വലിയുല്ലാഹി തങ്ങളുടെ കറാമത്തുകൾ. അത് ആ കറാമത്തിനെ എങ്ങനെ പറയണം, കറാമത്ത് എത്രമാത്രം CM വലിയുല്ലാഹിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇത് പുറം ലോകത്തോട് പറയുമ്പോൾ ഈ വീഡിയോസ് അല്ലെങ്കിൽ പറയപ്പെടുന്ന പ്രഭാഷണങ്ങൾ സുന്നി സമൂഹം മാത്രമല്ല കേൾക്കുന്നത്. യുക്തിവാദികളും നിരീശ്വരവാദികളും ലിബറൽ ചിന്താഗതിക്കാരും അങ്ങനെ തുടങ്ങി ഇത്തരം വിശ്വാസ ആചാരങ്ങളിൽ തീരെ ഇഷ്ടമില്ലാത്ത, അതല്ല എങ്കിൽ ഈ കറാമത്തുകളും മറ്റു വിഷയങ്ങളൊക്കെ അംഗീകരിക്കുന്ന സമൂഹത്തിന്റെ ഇടയിലും ഇത് ചെല്ലുമ്പോൾ വല്ലാത്തൊരു വൈരുദ്ധ്യം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇവരുടെ അവതരണ ശൈലി മാറിയിട്ടുണ്ട്. അതിനെ സമസ്തയുടെ മുഷാവറ അംഗമായിട്ടുള്ള വന്യരായ മൗലാന പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉസ്താദ് ചോദ്യം ചെയ്യുകയും അത് തിരുത്തി പറയിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലൊക്കെ, മനസ്സിലാക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്കൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ്. അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ കേട്ടറിവും പറഞ്ഞറിവും ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് കാച്ചാണ്. എന്നിട്ട് ഇത് ഈ വീഡിയോസ് ഇങ്ങനെ പരക്കാണ് ഫാമിലി ഗ്രൂപ്പിലും അല്ലാത്ത ഗ്രൂപ്പിലൊക്കെ. എന്നിട്ട് ഇത് ഈ സുന്നത്തി ജമാഅത്തിന്റെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ഇത് ചർച്ച ചെയ്യുമ്പോൾ അവരെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിലേക്കുള്ള പ്രഭാഷണ ശൈലിയും കറാമത്തിന്റെ പറയപ്പെടലും ഒക്കെ ആയിട്ട് വലിയ പ്രയാസത്തിലുണ്ട്. എന്നാൽ അത് സമസ്ത അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. വേറൊരു ടീമുണ്ട്, അവരെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് കരുതി. അവര് ഷെയ്ഖാണ്, മൊഷായിഖാണ്, മുദബ്ബിറുൽ ആലമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ടീമുണ്ട്. അപ്പൊ അവരുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും അവർക്കെതിരിൽ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ, കാരണം അവർക്കെതിരിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു രീതി, ഗവാലി, തബല, ഹാർമോണിയം, തള്ളാരൊക്കെ പറയുന്ന പോലെ പാട്ടും സബീനയും കൈകൊട്ടും മുട്ടുപാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ അവരാണ് ദീനിന്റെ വക്താക്കള്, ശരിയായ മശായിഖ്മാര് നേതൃത്വം കൊടുക്കുന്ന അതാണ് ശരി, ബാക്കിയുള്ളതെല്ലാം പോക്കാണ്, പേച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് അവരിങ്ങനെ നടക്കുകയാണ്. അപ്പൊ ആ നിലപാടിനെതിരിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെയും അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത സഭയായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ തുടങ്ങിയിട്ടുള്ള സർവ്വ ആളുകളെയും അടച്ചാക്ഷേപിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും എന്തെല്ലാമാണോ പ്രയോഗങ്ങൾ ഉപയോഗിച്ച് അവരെ നേരിടുന്നത്. ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ യഥാർത്ഥത്തിലുള്ള തെരീക്കത്തിന്റെ ആളുകളൊന്നുമല്ല, സൂഫിസവും ഇല്ല, ഒന്നുമില്ല. ഇത് അവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു സംഗതി അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു കൂട്ടം കൂടിയിട്ട് അങ്ങനെ നടക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു യഥാർത്ഥ ഷെയ്ഖ് അല്ലെങ്കിൽ ഒരു മശായിഖ് അല്ലെങ്കിൽ ഈ ഒരു തരീക്കത്തിന്റെ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം വിനയം, താഴ്മയുണ്ടാവണം, തവാള് എന്തൊക്കെ അവരിൽ പ്രകടമാകും. അത് കാണുമ്പോൾ തന്നെയാണ് ഒരു മനുഷ്യര് ഏതൊരു തരീക്കത്തിന്റെ നേതാവാണെങ്കിലും അവരെ അനുകരിക്കണമെങ്കിൽ, പിൻപറ്റണമെങ്കിൽ അവരിൽ അത് ആ ക്വാളിറ്റി ഉണ്ടാകുമ്പോഴാണ് പിൻപറ്റാൻ വേണ്ടി കഴിയുക. ഇത് ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. അവർ ഈ ഗവാലിയും പാട്ടും സബീനായിട്ടൊക്കെ അങ്ങനെ പോകുന്ന ടീമാണ്. അപ്പൊ അവർ തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ മറുപടി കൊടുക്കുന്നത് അത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതിന് ടോക്കണൊക്കെ വെച്ച് ഈ ഹാർമോണിയും തബലയും ഗാനമേള പോലൊക്കെ അവരങ്ങനെ ആർമാദിച്ച് ആസ്വദിച്ച് അങ്ങനെ പോവുകയാണ്. എന്നാൽ അതിനാരും ചോദ്യം ചെയ്യാൻ വേണ്ടി പാടില്ല. ചോദ്യം ചെയ്തവനെ നഖശികാന്തം സ്റ്റേജ് കെട്ടിയിട്ട് ആറഞ്ചോ പോറഞ്ചോ എന്തെല്ലാമോ പറയാൻ പറ്റുമോ അതൊക്കെ പറയും. ഇതെന്ത് തരീക്കത്താണ്, ഇതെന്ത് സൂഫിസമാണ്, വല്ലാത്തൊരു അതിശയം, ആശ്ചര്യമാണ്. നമ്മൾ ഒരുപാട് തരീക്കത്തിൻ്റെത് കേട്ടിട്ടുണ്ട്. വലിയ മർത്തബയിൽ കഴിയുന്ന ആളുകളൊക്കെ അവരടുത്ത് എത്തപ്പെടാനും അത് പിൻപറ്റാൻ തന്നെ വലിയ പ്രയാസമാണ് നമുക്കൊക്കെ. ഇത് പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പൊ അത് അത്തരത്തിലുള്ള വീഡിയോസ് കൊണ്ടുവന്നിട്ട് ഫാമിലി ഗ്രൂപ്പിൽ മറ്റുള്ളൊക്കെ ഇട്ടിട്ട് ഇത് നിങ്ങളുടെ ആളുകളാണ് എന്ന് പരിചയപ്പെടുത്തുന്നതിൽ ഒരു അർത്ഥമില്ല. ഇവർ ടീം വേറെയാണ്. കണ്ടോക്ക്. ആനന്ദ പൊന്മലരെ വാവാ തിരുവാനേനും കണ്ടെനിക്ക് പോവാ മനസം നൊന്ത് നൊന്ത് നീറി ഒരു മാതിരി സംശയങ്ങൾ മാറി ആനന്ദ പൊന്മലരെ വാവാ.
നമ്മൾ നടത്തുന്ന വേദികളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഉസ്താദിനെയും അല്ലെങ്കിൽ ത്വരീഖത്ത് വഴിയിലുള്ള മശായിഖന്മാരെ അംഗീകരിക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അതാണ് കോഴിക്കോട്ട് കവ്വാലി മജ്‌ലിസ് വെച്ചപ്പോ പാസ്സുള്ളവർക്ക് മാത്രം പ്രവേശനം എന്ന് എഴുതിയത്. ചിലർ വിചാരിച്ച എന്തോ പേടിച്ചുകൊണ്ടാണ്. പേടിക്കേണ്ട ആവശ്യമൊന്നും പാടില്ല. ഇത് കിതാബ് വെച്ച് തെളിയിക്കാൻ പറ്റിയ സംഭവമാണ്. ഖുർആനിലും ഹദീസിലൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇത് നടക്കുമ്പോ ആ നടക്കുന്ന മജ്‌ലിസിൽ ആരുണ്ടാവാൻ പാടില്ല, ഇതിനെ എതിർക്കുന്നോണ്ടാവാൻ പാടില്ല. അതതിന്റെ അപകട. ഓനവിടെ വന്നിരുന്ന് പാട്ടം തുടങ്ങി. അപ്പണ്ടാ ഇപ്പുറത്ത് അതിന്റെ മ്യൂസിക് കാണുന്നുണ്ട്, ഇപ്പുറത്ത് ഹാർമോണിയം കാണുന്നുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ കാണുമ്പോ അവന് എത്താത് ഇങ്ങനെ വിചാരിക്കുന്ന ഒരു ടീം അവിടെ തീരെ പറ്റൂല. നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് അത് മാറി അതിനെ അംഗീകരിക്കുന്ന ഒരു ശൈഖിനെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് പരിഗണിക്കും. അതിനാണ് ഇപ്പൊ നമ്മൾ പ്രത്യേക നിബന്ധന വെച്ചത്. പ്രത്യേക ഡേറ്റ് തന്ന് ആ ഡേറ്റിൽ വിളിച്ച് അതിൽ ബുക്ക് ചെയ്ത് അതിന് പറ്റിയ ആളാണെന്ന് ഉസ്താദ് അവറുകൾ അതിന് തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അതിൽ പങ്കെടുക്കാം. അതും വെറുതെ ചെയ്യുന്നതല്ല. അതിന്റെ നിബന്ധനയും കാര്യങ്ങളും ഒപ്പിച്ചല്ലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വിഷയങ്ങളുടെ അടിസ്ഥാനം ഇതാണ്. ശറഇന്റെ വീതിക്കുള്ളിലുള്ള പൊരുളുകൾ അറിയുവാൻ ശൈഖിനൊപ്പം ചേരടാ. ആണായി പിറന്നവനാണെങ്കിൽ, വീണ്ടും ഞാൻ പറയുന്നു, അനക്ക് അസലും ഫസലും ഉണ്ടെങ്കിൽ, അനക്ക് തന്റെ വിഷയത്തിൽ പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ, നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവുണ്ടെങ്കിൽ തെളിയിക്കണ. ആൺകുട്ടിയാണെങ്കിൽ ഞാൻ അവിടേക്ക് പിരിവിട്ടല്ലോ. ഇത് വാപ്പാനെ വിറ്റിട്ട് കാശാക്കണ മുടിയനായ പുത്രനല്ലേ മാണിക്കത്തല്ലേ. ഇപ്പൊ മൂപ്പര് എല്ലായിടത്തും കൊണ്ടുനടക്കുക. ഇനി മൂപ്പര് ഇരിക്കും. കാരണം എന്താ, മറ്റാളെ കിടത്തിയിട്ട് മൂപ്പര് ഇരിക്കാൻ പോകുന്നത് കാലുണ്ട്. വാക്ക് നന്നാകണം, കൗലൻ ലയ്യിന, നല്ല സംസാരം, ഈ പരിക്കൻ സ്വഭാവം ഒഴിവാക്കണം. ഇതൊക്കെ പഠിക്കൽ അല്ലാഹുവിന്റെ മശായിഖന്മാരെ സന്നിധിയിൽ നിന്നാണ്. അവരാണ് ഈ അധ്യാപനങ്ങൾ നമുക്ക് നൽകുക. കാന്തപുരം ഗുണ്ടകളെ വാളക്കുള എന്നോടാ പറഞ്ഞ എന്റെ കന്തം കമ്പിത്തറേ, ഇതൊക്കെ കേട്ടിട്ട് ഇയൊക്കെ അങ്ങനെ ഇരിക്കുന്നതല്ല. എന്റെ വെറ്റില മൗലവി മറ്റേ ഓട്ട മത്സരം നടത്തിയപ്പോ അയാള് മുഴുവനും ബടായിട മൊഴിയാരാ, മുഴുവനും കോമഡിയാ, വിടലൻ കബീറ. അപ്പളൊക്കെ അപ്പൊ ഓരോ കഥകളുണ്ട് മെനയണാളാ. ഈ കൂട്ടൻ പാര നിങ്ങൾക്ക് പാരായിട്ട് മാറിയാണ്. ലൈസുല്ലുലമുണ്ടല്ലോ, ലൈസ് മണ്ണെണ്ണ പിരിക്കാൻ എന്നിട്ടുള്ള വലിയ കണ്ടുപിടുത്തൊക്കെ ആയിട്ട് കടന്നു വന്ന സാക്ഷാൽ നമ്മുടെ സുഹൃബ നടത്തിയ AP അബ്ദുൽ ഹക്കീം മൗലവി. AP സമസ്തയുടെ കുഞ്ഞാടുകൾ മാറിയില്ലേ? ആരാണ് എഴുതുന്നത്? എന്താ നിങ്ങൾ പറയുന്നത്? ഏത് സംസ്കാരമാ നിങ്ങൾക്ക് കിട്ടിയത്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്? വാക്ക് നന്നാകണം, കൗലൻ ലയ്യിന, നല്ല സംസാരം, ഈ പരിക്കൻ സ്വഭാവം ഒഴിവാക്കണം. ഇതൊക്കെ പഠിക്കൽ അല്ലാഹുവിന്റെ മശായിഖന്മാരെ സന്നിധിയിൽ നിന്നാണ്. അവരാണ് ഈ അധ്യാപനങ്ങൾ നമുക്ക് നൽകുക. ഇത്രയും മോശപ്പെട്ട നാവും വർത്താനമുള്ള വേറൊരു കൂട്ടരില്ല. ഇന്ന് അള്ളാന്റെ ഭൂമിയിൽ ലോകത്തേടയില്ല. അത്രയും നശിച്ചൊരു വർഗമായി വർഗം മാറി. തേങ്ങാക്കൊലി ചങ്ങായി എന്ത് കുന്തടക്ക് തിരിയ. അപ്പൊ ഇവരാണ് മശായിഖ്, ഷെയ്ഖ്, മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞിട്ട് കൗലൻ ലയ്യിന, നല്ല വാക്ക് ഉപയോഗിക്കണം. എങ്ങനെ ഇരിക്കണം? അപ്പൊ ഇവരെ മനസ്സിലാക്കാട്ടോ എല്ലാരും.